രാഹുൽ മാങ്കൂട്ടം ഉം. ഇന്നലെ സഭയിലെത്തി. ഉം. സഭയിലെത്തി ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തുന്നു. തിരിച്ച് ഒരു കുറിപ്പ് അദ്ദേഹം കൊടുത്തുവിടുന്നു. ഇതിനുശേഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിന് നേരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ സ്ത്രീ വിഷയമാണ് അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ അതെ, അപ്പോ ഇന്നലെ പോയ പോലെ ഇന്നലെ ഒരു അനുശോചന ചടങ്ങൊക്കെ അവിടെ നടക്കുന്നതിനിടയിലാണ് ഈ എൻട്രിങ് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് മുതൽ അങ്ങനെയല്ല. റീ എൻട്രി കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും അതിനുശേഷം ഇന്ന് മുതൽ സ്ഥിരമായിട്ട് സഭയിൽ എത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സഭയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര ശക്തമായിട്ട് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണമോ അന്വേഷണമോ നേരിടുമ്പോൾ സഭയിൽ താൻ എത്തുമെന്നും എല്ലാ ദിവസവും എത്തുമെന്നും ഒക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ, അത്രയും ശക്തമായി പറയുന്നതിന് പിന്നിൽ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ അതിന് പിന്നിൽ അദ്ദേഹത്തിന് നട്ടലായി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അതാരായിരിക്കാം? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വി.ഡി. സതീശന് ഇനിയൊരു പണിയാകുമോ എന്നുള്ളതാണ്. ഇതില് അദ്ദേഹം ഈ പറയുന്ന പോലെ ഇതില് നിയമസഭയിൽ എല്ലാ ദിവസവും വരുന്നു എന്ന് പറയുന്നത് തന്നെ അതിലെ എതിർപ്പുകൾ അവഗണിച്ചിട്ടാണ് വരേണ്ടത്. കാരണം SFIയുടെ പ്രതിഷേധമൊക്കെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തിരിച്ചു മടങ്ങിയപ്പോൾ. അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും CPMന്റെ പ്രതിഷേധം ഉണ്ടായിരിക്കും. പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല, പക്ഷെ എതിർപ്പുകളുള്ളവരുണ്ട് അദ്ദേഹം വരുന്നതിനോട്. അപ്പോൾ എന്തുമാത്രം എതിർപ്പുകളാണെന്ന് ആലോചിച്ചു. ഇത് അവഗണിച്ചിട്ടാണ് ഇദ്ദേഹം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഇന്നലെ രക്ഷപ്പെട്ടു പോയി. കാരണം എന്താണ്? ഇന്നലെ അന്തരിച്ച സഭാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുന്ന ദിനമായിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തി. പക്ഷേ സഭയ്ക്കുള്ളിൽ പ്രതിഷേധമൊന്നും നടന്നില്ല ആ ചടങ്ങ് നടക്കുന്നത് കൊണ്ട്. ഇന്ന് അങ്ങനെ ആയിരിക്കില്ല. ഇന്ന് രാഹുൽ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ വരും എന്നും പറയുന്നുണ്ട്. ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നല്ലോ കുറച്ചു നാൾ മുന്നേ. അപ്പോൾ അത് ആദ്യമായിട്ടാണ്, അതിനുശേഷം കുറച്ച് നാളിന് ശേഷം ആദ്യമായിട്ടാണ് മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. അപ്പോൾ പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും ഇപ്പോഴും പാർട്ടിക്ക് വിധേയനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം തന്നെ പുറത്തു വന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് രാഹുൽ പ്രതികരിച്ചില്ല. ആരോപണങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്ന് മാത്രം പറഞ്ഞു. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് മറ്റൊരു പാർട്ടിയിലേക്ക് ഇനി പോകും, ഇത് അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മരിക്കും വരെ കോൺഗ്രസ് ആയിരിക്കാനേ പറ്റുള്ളൂ എന്നാലും. അപ്പോൾ എന്തായാലും വിവാദ കൊടുങ്കാറ്റിനിടെ ആകാംക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിൽ എത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത്. അതായത് നിയമസഭയിൽ എത്തിയതിന് വരരുത് എന്നുള്ള ഒരു നിർദ്ദേശം സതീശന്റെ പക്കൽ നിന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിച്ചത്. അത് തെറ്റിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ആ ധൈര്യം എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകും എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. രാഹുൽ ശനിയാഴ്ച തന്നെ പാലക്കാട് എത്തും, പൊതു പരിപാടികളിൽ പങ്കെടുക്കും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഞായറാഴ്ച മടങ്ങും. വരും ദിവസങ്ങളിലും രാഹുൽ നിയമസഭയിൽ കാണും എന്നും അറിയുന്നുണ്ട്. അത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് കൂടിയാണ് രാഹുൽ എത്തിയത്. വരും ദിവസങ്ങളിൽ രാഹുൽ നിയമസഭയിൽ എത്താൻ തീരുമാനിച്ചതിനാൽ ഈ സമ്മേളന കാലവും കൂടെ വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നില എന്ന് പറയുന്നത് കടുത്ത പ്രതിരോധത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാർ SFI തടഞ്ഞിരുന്നു. അവരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് MLA ഹോസ്റ്റലിൽ എത്തിയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഈ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനം തടഞ്ഞത്. അപ്പോൾ MLA ഹോസ്റ്റലിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഏറെ നേരം പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധിക്കുമ്പോൾ രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. തുടർന്ന് പോലീസ് എത്തിയ SFI മാത്രമല്ല, പ്രതിഷേധിക്കാൻ, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് കൂടി പറഞ്ഞുണ്ട്. അതുകൊണ്ട് അതെ, തുടർന്ന് പോലീസ് എത്തിയ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നും ആക്രമിക്കാൻ വന്നതല്ലെന്നും പ്രതിഷേധിക്കാൻ എത്തിയതാണെന്നും ഒക്കെയായിരുന്നു SFI നേതാക്കളുടെ ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാവിലെയാണ് നിയമസഭയിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസിൽ ജില്ലാ അധ്യക്ഷനൊപ്പമായിരുന്നു ഈ പറയുന്ന രാഹുൽ എത്തിയത്. ഇപ്പോഴത്തെ പുതിയ ജില്ലാ അധ്യക്ഷനല്ല, നിലവിലെ ജില്ലാ അധ്യക്ഷൻ്റെ ഒപ്പമായിരുന്നു യൂത്ത് കോൺഗ്രസ്
ജില്ലാ അധ്യക്ഷനൊപ്പമായിരുന്നു രാഹുൽ വന്നത്. CPM ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം PV അൻവറിന് നൽകിയ നിയമസഭയിൽ ഒരു സീറ്റുണ്ട് പിന്നിലായിട്ട്. അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഇരിക്കുന്നത്. അതായത് സഭയിൽ UDF ബ്ലോക്ക് തീർന്നതിന് ശേഷം വരുന്ന അടുത്ത സീറ്റ്. അപ്പോൾ പുറകിലെ നിരയായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്. അപ്പം സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ എത്തിയതെന്നാണ് രാഹുൽ തന്നെ പറയുന്നത്. വരരുത് എന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ സതീശൻ പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വരുന്നതിന് രാഹുലിന് നിയമപരമായിട്ടുള്ള തടസ്സമൊന്നുമില്ല. 9:20 രാഹുൽ എത്തിയത്. അടൂരിലെ വീട്ടിൽ നിന്നും പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. എല്ലാ ദിവസവും എത്താനാണ് രാഹുലിൻ്റെ തീരുമാനമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പാർട്ടിയോട്. ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തും. ആരോപണങ്ങൾക്ക് ശേഷം അദ്ദേഹം അടൂരിലെ വീട്ടിലായിരുന്നു. നമുക്കറിയാം, അതിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങില്ല. നേരെ പോകും, ഭക്ഷണം കഴിക്കും, പുറത്ത് വരും, തിരിച്ചു വരും. അങ്ങനെ അതായത് കുറേ നേരം കഴിയുമ്പോൾ മാധ്യമക്കാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോകും, തിരിച്ച് അവരങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പൊതുപരിപാടികളിൽ നിന്നും അന്ന് ഇദ്ദേഹം പങ്കെടുത്തതേയിരുന്നില്ല. ഇപ്പം മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല, പാലക്കാട് അദ്ദേഹം പോയിട്ടുമില്ല. പക്ഷേ ചില നേതാക്കളുമായിട്ട് കൂടിയുള്ള ഒരു ആലോചനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുൽ 2.0 വന്നിരിക്കുന്നത്. അതായത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നതൊക്കെ നമുക്കറിയാം. നിയമസഭാ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായെങ്കിലും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, നിയമസഭാ അംഗമായിട്ടുള്ള വാഴൂർ സോമൻ എന്നിവർക്കൊക്കെ ഉള്ള ചരമോപചാരം മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ നടപടിയായിരുന്നത്. ഈ മാസം 19 വരെയും പിന്നെ 29, 30 പിന്നെ ഒക്ടോബർ 5 മുതൽ 10 വരെയും എന്നിങ്ങനെ 12 ദിവസമാണ് സഭ ചേരുന്ന ദിവസങ്ങൾ. അപ്പോൾ അതിൽ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹം വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് നേതൃത്വം വിലക്കി എന്ന വാർത്തകൾക്കിടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഇടപെട്ട് വിലക്കി എന്നാണ് മാധ്യമ വാർത്തകൾക്ക് അങ്ങനെ ഒരു വാർത്തകൾ വന്നിരുന്നത്. അത് ധിക്കരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു രാഹുൽ എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാഹുൽ അനുകൂലമായിട്ടാണ് KPCC പ്രസിഡന്റും UDF കൺവീനറും പ്രതികരിച്ചത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നാടകങ്ങൾ പൊളിയുന്നതും ഗ്രൂപ്പ് പോലും ഒക്കെ കോൺഗ്രസിന് വശം കെടുത്തുകയാണ്. രാഹുലിന് എന്ത് വിലക്കാണുള്ളത് എന്നാണ് അടൂർ പ്രകാശ് ചോദിച്ചത്. സഭയിൽ രാഹുലിന് സ്പീക്കർ സംരക്ഷണം നൽകണമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള ആരെയും പിന്തുണയില്ലാതെ രാഹുലിനെ പോലെ ഒരു ജൂനിയർ നേതൃത്വത്തെ ധിക്കരിക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ആളാണ് പിന്നിൽ കിടന്ന് കളിക്കുന്നത് എന്നുള്ളത്. അത് ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായ ആരാണെന്നുള്ളത്? മനസ്സിലായില്ല? അത് കുറച്ചുകൂടെ പറഞ്ഞിട്ട് പറയാം. അതായത് സൈബർ ആക്രമണം കടുത്ത സാഹചര്യത്തിൽ സതീശൻ ഹൈക്കമാൻഡ് സൈബർ ആക്രമണം, ഇപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചാൽ ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. സൈബർ ആക്രമണം ഉണ്ടല്ലോ, കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസിന് സൈബർ ആക്രമണം നടത്തുന്ന ഒരു കാഴ്ച ഉണ്ടായി. അത് CPM ഒന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. അതായത് CPM BJP ഒന്നും സംഭവിക്കില്ല. ഇത് കോൺഗ്രസ്സിൽ മാത്രമുള്ള പ്രത്യേകത. അതായത് സൈബർ ആക്രമണം കടുക്കുന്നു എന്ന് പറഞ്ഞ് സതീശൻ എവിടെ പരാതി നൽകി? ഹൈക്കമാൻഡ് കോൺഗ്രസ്സിലെ. തനിക്കെതിരെ ആക്രമണം ഉയർന്നിട്ടും ആരും പ്രതികരിച്ചില്ല എന്ന് സതീശൻ പറഞ്ഞു. ഇത് അന്വേഷിക്കാൻ KPCC അന്വേഷണ സമിതിയെ വച്ചു. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് സാമൂഹ്യ മാധ്യമ ചുമതലക്കാരനായിട്ടുള്ള VT ബൽറാമാണ്. പക്ഷേ കോൺഗ്രസിൽ സതീശനെതിരെ രൂപപ്പെടുന്ന പുതിയ കൂട്ടായ്മയുടെ ഭാഗമാണ് ആ കൂട്ടായ്മയുടെ ഭാഗമാണ് VT ബൽറാം. 4000 കോൺഗ്രസ് അക്കൗണ്ടുകളിൽ നിന്നായിട്ടുള്ളത് സൈബർ ആക്രമണത്തിന് പിന്നിൽ 3 പേരാണെന്നാണ് സതീശന്റെ പരാതി. ഇവരെ കണ്ടെത്താനോ സൈബർ ആക്രമണം തടയാനോ തയ്യാറായിട്ടില്ല. ഉന്നതരായിട്ടുള്ള ചില നേതാക്കളുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഷാഫി രാഹുൽ സംഘത്തിന് സൈബർ സേന നടത്തുന്ന ആക്രമണം. രാഹുലിനെതിരായ തെളിവുകൾ സഹിതം പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് സതീശൻ അനങ്ങിയില്ലെന്ന ചോദ്യമൊക്കെയാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ ചോദ്യം. അപ്പോൾ IAS ഉദ്യോഗസ്ഥരുടെ അടക്കം പരാതികൾ ഉണ്ടെന്നാണ് വാർത്തകൾ. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സാന്നിധ്യം തുടർന്നാൽ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാകും. ലൈംഗിക പീഡന നിർബന്ധിത ഗർഭഛിദ്ര പരാതികളെക്കുറിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുമ്പോൾ നിയമസഭയിൽ പൊങ്ങാനുള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഷാഫി പറമ്പിൽ. അതായത് അത് മനസ്സിലായി? അതെ, അതിൻ്റെ ഉത്തരമാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഷാഫിയെ വഴി തടഞ്ഞപ്പോൾ തിരിച്ചുണ്ടായ പ്രതിഷേധം എന്തായിരുന്നു. ക്ലിഫ് ഹൗസിൽ ഉണ്ടായ പ്രതിഷേധത്തിൽ UDF തന്നെയാണോ പങ്കെടുത്തത്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ആണോ പങ്കെടുത്തതെന്ന് തന്നെ സംശയം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു പ്രതിഷേധം പെട്രോൾ കുപ്പി, ബിയർ കുപ്പികൾ മണ്ണെണ്ണ സഹിതം കത്തുന്ന തീപ്പന്തങ്ങൾ
മണ്ണെണ്ണ സഹിതം ബിയർ കുപ്പിക്കകത്ത് മണ്ണെണ്ണ നിറച്ചിട്ട് തീപ്പന്തത്തിനോടൊപ്പം എറിയുകയാണ് പോലീസുകാർക്കെതിരെ. അപ്പോൾ ഇതിനകത്ത് ആക്രമണ സ്വഭാവമുള്ള ആരാണ് കടന്നുകൂടിയതെന്നുള്ളതാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല സംഘടനകളുടെ. അപ്പോൾ അവിടെ ചില വ്യക്തികൾക്ക് കോൺഗ്രസ്സിലുള്ള മുസ്ലിം ആയിക്കോട്ടെ, CPM-ലുള്ള മുസ്ലിം ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ആൾക്കാരാണ്, തൊട്ട് കഴിഞ്ഞാൽ പണി വാളും എന്നുള്ളൊരു കാര്യം കേരളത്തിലുണ്ട്. ഷാഫി വഴി തടഞ്ഞപ്പോൾ കളി മാറിയത് കേട്ടോ. അതുകൊണ്ട് അവിടെ സഹാക്കന്മാർക്ക് കിട്ടി, നല്ല രീതിയിൽ കിട്ടി. അവിടെ കേരള പോലീസിനും കിട്ടിയിട്ടുണ്ട്. മിണ്ടിയില്ലല്ലോ, അനങ്ങിയില്ല. അപ്പം ഷാഫി ആണ് ഇപ്പോൾ ചരട് വലിക്കുന്നത്. ഷാഫിയുടെ ഉറ്റ സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഫിയാണ് പിന്നിലെ ശക്തി. എന്തായാലും പീഡന പരാതികൾ അടക്കമുള്ള കേസിൽ ഇദ്ദേഹം അതിൻ്റെ ശബ്ദരേഖയെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല, അതിനെപ്പറ്റി ഒന്നും മറുപടി പറയുന്നില്ല. എന്നാൽ ഏതെങ്കിലും നേതാക്കൾ നിയമസഭയിൽ വരരുതെന്ന് പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് വരരുത് എന്ന് പറഞ്ഞിരുന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയില്ല. അതായത് സതീശൻ വിലക്കി എന്നൊക്കെ ഉള്ളത് വാർത്തകളാണ്, കൺഫർമേഷൻസ് അല്ല. അതെല്ലാം തന്നെ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ലീക്ക് ആവുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ വാർത്തകളായിട്ട് ചെയ്യാറുണ്ടല്ലോ. അതിൽ തന്നെ ഒഫീഷ്യലി ഒരു വിലക്ക് ഉണ്ടെന്നുള്ളൊരു വാർത്ത വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം അറിയിച്ചിട്ടില്ല മാധ്യമങ്ങളെ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹം രാഹുലിനെതിരെയുള്ള കേസ് ഉണ്ടെങ്കിൽ അത് ശിക്ഷിക്കേണ്ടത് കോടതിയാണെന്നും മറ്റും അടൂർ പ്രകാശൻ പറയുന്നൊരു കാഴ്ച നമ്മൾ നിലക്കുണ്ട്. അതായത് ഒറ്റപ്പെടുത്താനും ആരും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, അത് കേസൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അത് നടന്നിട്ട് തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് താൻ ടെലിഫോണിൽ സംസാരിച്ചു. ആരും നിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. രാജി ആവശ്യപ്പെട്ടിട്ടില്ല, താനായിട്ട് രാജിവെച്ചതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിൻ്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഇതുവരെ പാർട്ടിയിൽ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തൊടുവിൽ നാടകീയമായിട്ടുള്ള ഈ രാജി പ്രഖ്യാപനമൊക്കെ അന്ന് നമ്മൾ കണ്ടത് ഒരു വലിയ വാർത്തയായ കാര്യമായിരുന്നു. എന്തായാലും അത് എല്ലാം തന്നെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഈ പറയുന്ന അന്വേഷണത്തിൽ നമ്മൾ നേരെ തിരിഞ്ഞാണ് കാര്യങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് 180 ഡിഗ്രി കാര്യങ്ങൾ തിരിയല്ല. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചവിട്ടിയേക്കും, കോൺഗ്രസ്സിന് അകത്തുള്ളതും പുറത്തുള്ളവർക്കും എല്ലാം പണിയാവും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും അടുത്ത നീക്കമെന്നറിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിലുള്ള ഈ ശക്തി കേന്ദ്രം അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടം ഒന്നും ഭയക്കേണ്ടതില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതുപോലത്തെ ഊളത്തരം ഇനി കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല പണി കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതുവരെ കാണിച്ചതിരിക്കട്ടെ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഇത്രയും ഒരു കെയർലെസ് ആയിട്ട്, നമുക്കിപ്പോൾ രാഷ്ട്രീയക്കാരെ പറയുമ്പോൾ എല്ലാവരും ഒന്നും ക്ലീൻ ചിറ്റ് എന്നുള്ള ആൾക്കാരല്ലല്ലോ. ഇതുപോലെ പല ദൗർബല്യങ്ങളുള്ളവരുണ്ട്. ചിലർക്ക് കാശിനോടായിരിക്കും ദൗർബല്യം, ചിലർക്ക് സ്വർണത്തിനോടായിരിക്കും, ചിലർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ദൗർബല്യങ്ങളുള്ളവരാണ് ധാരാളം അല്ലേ. അപ്പോൾ അവരൊക്കെ ഇതേ ഒരു ഒളിവും മറയില്ലാതെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സ്വന്തം അക്കൗണ്ടാണ്, ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ വളരെ കെയർലെസ് ആയിട്ടാണ് ഇദ്ദേഹം ഫ്ലിർട്ടേഷൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലിർട്ട് ചെയ്യുന്നതൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല, കാരണം അത് എല്ലാവരും ഫ്ലിർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ തെറ്റായിട്ട് പറയുന്നത് ഗർഭഛിദ്രം, നിർബന്ധിതമായിട്ട് ഗർഭഛിദ്രം. പിന്നെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെ സമ്മതത്തോടെയാണല്ലോ. അതിനകത്ത് പീഡനം എന്നുള്ള രീതിയിൽ അവർ ഈ വേടൻ്റെ കേസ് പോലെ അല്ലല്ലോ ഇത്. രണ്ടുപേരുടെയും ഉഭയസമ്മത പ്രകാരം നടത്തിയ ഒരു ലൈംഗിക ബന്ധം. അതിൽ ഈ പറയുന്ന സ്ത്രീ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതും രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ഉത്തരവാദിത്വമല്ല. അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ക്രിമിനൽ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭഛിദ്രത്തിന് യുവതിയെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ അത് മാത്രമാണ്. അപ്പം അതിന് തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു ഗർഭഛിദ്രം അവർ നടത്തി എന്നുള്ളതിന് തെളിവുകൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെയായിട്ട് ചവിട്ടി തേക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിനപ്പുറം ചെയ്ത ആൾക്കാർ എതിർ പാർട്ടിയിലും ഉണ്ട്. ഇതേ പാർട്ടിയിൽ തന്നെ ഇരിക്കുന്ന KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെയാണല്ലോ അന്ന് സരിത കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തത്. ഹൈബി ഈഡൻ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അന്ന് ക്രിമിനൽ കേസാണ്, കംപ്ലൈൻറ്റാണ് കൊടുത്തത്. കേരള പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. അത് ഒരു സ്ത്രീ കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്, പീഡിപ്പിച്ചു എന്ന് തന്നെ എടുത്ത് പറഞ്ഞു, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരൊന്നും രാജിവെച്ചില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ഗോഡ് ഫാദറൊന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഉള്ള ഒരു ഇത് മാത്രമാണ്. അതിനങ്ങനെ കണ്ടാൽ മതി. അദ്ദേഹം തരണം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.